മൂന്ന് ഹൃദയം ഉള്ള ജീവി ഏത്? എ. നീരാളി, ബി. ചെമ്മീൻ, സി. ജെല്ലിഫിഷ്, ഡി. ഞണ്ട്. ഉത്തരം എ. നീരാളി. കുളമ്പുകൾ ഇല്ലാത്ത മൃഗം ഏത്? എ. മാൻ, ബി. കുറുനരി, സി. പന്നി, ഡി. ആട്. ഉത്തരം ബി. കുറുനരി. മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏത്? എ. കുയിൽ, ബി. പരുന്ത്, സി. കാക്ക, ഡി. മൈന. ഉത്തരം സി. കാക്ക. സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം എന്താണ്? എ. ചുവപ്പ്, ബി. റോസ്, സി. മഞ്ഞ, ഡി. വെളുപ്പ്. ഉത്തരം ഡി. വെളുപ്പ്. ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏത്? എ. ചൈന, ബി. ഇന്ത്യ, സി. ജപ്പാൻ, ഡി. അമേരിക്ക. ഉത്തരം എ. ചൈന. ഏതു ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? എ. തേയില, ബി. ക്രോക്കസ്, സി. ചെമ്പരത്തി, ഡി. റോസ്. ഉത്തരം ബി. ക്രോക്കസ്. പുൽച്ചാടിയുടെ ചെവി എവിടെയാണ്? എ. കൈ, ബി. കാൽ, സി. വയർ, ഡി. തലയിൽ. ഉത്തരം വയറ്. നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ഏത്? എ. ആന, ബി. കുതിര, സി. ഹിപ്പോ, ഡി. ജിറാഫ്. ഉത്തരം ഡി. ജിറാഫ്. ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? എ. വിറ്റാമിൻ ഡി, ബി. വിറ്റാമിൻ സി, സി. വിറ്റാമിൻ എ, ഡി. വിറ്റാമിൻ ബി. ഉത്തരം എ. വിറ്റാമിൻ ഡി. ചന്ദ്രനിൽ വെച്ച് കളിച്ച ഒരേയൊരു ഗെയിം ഏതാണ്? ഉത്തരം സി. ഗോൾഫ്. മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? എ. ശനി, ബി. ശുക്രൻ, സി. ബുധൻ, ഡി. ചൊവ്വ. ഉത്തരം സി. ബുധൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി ഏതാണ്? എ. 43, ബി. 32, സി. 41, ഡി. 42. ഉത്തരം ഡി. 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? എ. രവീന്ദ്രനാഥ് ടാഗോർ, ബി. ബങ്കിം ചന്ദ്ര ചാറ്റർജി, സി. ജവഹർലാൽ നെഹ്റു, ഡി. കബീർ ദാസ്. ഉത്തരം ബി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? എ. 2005, ബി. 2007, സി. 2006, ഡി. 2008. ഉത്തരം എ. 2005. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്?
എ 1948 നവംബർ 23, ബി 1949 നവംബർ 23, സി 1948 ഒക്ടോബർ 22, ഡി 1949 നവംബർ 22. ഉത്തരം ബി 1949 നവംബർ 23. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? എ ജഹാംഗീർ, ബി ഷാജഹാൻ, സി ഔറംഗസേബ്, ഡി അക്ബർ. ഉത്തരം എ ജഹാംഗീർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏത്? എ ലാഹോർ, ബി ബംഗാൾ, സി പഞ്ചാബ്, ഡി ഡൽഹി. ഉത്തരം ബി ബംഗാൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഏത്? എ അമേരിക്ക, ബി ചൈന, സി ബ്രിട്ടൻ, ഡി ഇന്ത്യ. ഉത്തരം ഡി ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഏത്? എ 1965, ബി 1969, സി 1975, ഡി 1974. ഉത്തരം ബി 1969. വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ അയ്യങ്കാളി, ബി ചട്ടമ്പി സ്വാമികൾ, സി പണ്ഡിറ്റ് കറുപ്പൻ, ഡി കുമാരഗുരുദേവൻ. ഉത്തരം എ അയ്യങ്കാളി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി ജവഹർലാൽ നെഹ്റു, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം എ സർദാർ വല്ലഭായ് പട്ടേൽ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? എ വരയാട്, ബി പുലി, സി ആന, ഡി സിംഹം. ഉത്തരം എ വരയാട്. പെട്രോളിയം ഖനനം ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? എ മുംബൈ, ബി മധ്യപ്രദേശ്, സി കേരളം, ഡി കർണാടക. ഉത്തരം ബി മധ്യപ്രദേശ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? എ 1950 ജനുവരി 24, ബി 1950 ജനുവരി 25, സി 1950 ജനുവരി 26, ഡി 1950 ജനുവരി 28. ഉത്തരം സി 1950 ജനുവരി 26. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ നൈൽ നദി, ബി ആമസോൺ, സി മിസിസിപ്പി, ഡി ഗംഗ. ഉത്തരം എ നൈൽ നദി. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? എ കാർബൺ ഡയോക്സൈഡ്, ബി ഹൈഡ്രജൻ, സി ഓക്സിജൻ, ഡി നൈട്രജൻ. ഉത്തരം ഡി നൈട്രജൻ.
ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നം ഏത് മൃഗമാണ്? എ സിംഹം, ബി എമു, സി കങ്കാരു, ഡി മുതല. ഉത്തരം സി കങ്കാരു. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? എ ന്യൂഗിനിയ, ബി ഹവായ്, സി ആൻഡമാൻ നിക്കോബാർ, ഡി ഗ്രീൻലാൻഡ്. ഉത്തരം ഡി ഗ്രീൻലാൻഡ്. ഏറ്റവും ചൂട് ഏറിയ ഭൂഖണ്ഡം ഏതാണ്? എ ആഫ്രിക്ക, ബി വടക്കേ അമേരിക്ക, സി ഓസ്ട്രേലിയ, ഡി ഏഷ്യ. ഉത്തരം എ ആഫ്രിക്ക. 100-ലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? എ ആട്, ബി പൂച്ച, സി ആന, ഡി സിംഹം. ഉത്തരം ബി പൂച്ച. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? എ പൂക്കോട് തടാകം, ബി മാനഞ്ചിറ തടാകം, സി ശാസ്താംകോട്ട തടാകം, ഡി അഷ്ടമുടി തടാകം. ഉത്തരം സി ശാസ്താംകോട്ട തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? എ കോഴിക്കോട്, ബി വയനാട്, സി മലപ്പുറം, ഡി തൃശ്ശൂർ. ഉത്തരം ബി വയനാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി ഡൽഹി, ഡി ആന്ധ്രാപ്രദേശ്. ഉത്തരം എ ഗുജറാത്ത്. ലോക തണ്ണീർത്തട ദിനം എന്ന്? എ ഫെബ്രുവരി 20, ബി ഫെബ്രുവരി 2, സി ഫെബ്രുവരി 10, ഡി ഫെബ്രുവരി 27. ഉത്തരം ബി ഫെബ്രുവരി 2. രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത്? എ ചുവപ്പ്, ബി കിളിപ്പച്ച, സി വെളുപ്പ്, ഡി കറുപ്പ്. ഉത്തരം സി വെളുപ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? എ തൃശ്ശൂർ, ബി കോഴിക്കോട്, സി മലപ്പുറം, ഡി പാലക്കാട്. ഉത്തരം എ തൃശ്ശൂർ. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ? എ തലശ്ശേരി, ബി തിരുവനന്തപുരം, സി ആലപ്പുഴ, ഡി പട്ടാമ്പി. ഉത്തരം ഡി പട്ടാമ്പി. സമുദ്രതീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? എ കോഴിക്കോട്, ബി പത്തനംതിട്ട, സി മലപ്പുറം, ഡി കോട്ടയം. ഉത്തരം ഡി കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? എ വേമ്പനാട്ടു കായൽ, ബി അഷ്ടമുടി കായൽ, സി ഊപ്പള കായൽ, ഡി കായംകുളം കായൽ. ഉത്തരം എ വേമ്പനാട്ടു കായൽ. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഏത്? എ ഇടുക്കി, ബി കോഴിക്കോട്, സി മലപ്പുറം,
ഡി എറണാകുളം. ഉത്തരം എ ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏത്? എ ഇടുക്കി, ബി മലപ്പുറം, സി എറണാകുളം, ഡി കോഴിക്കോട്. ഉത്തരം സി എറണാകുളം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏത്? എ എറണാകുളം, ബി തിരുവനന്തപുരം, സി കാസർഗോഡ്, ഡി പത്തനംതിട്ട. ഉത്തരം സി കാസർഗോഡ്. ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല ഏത്? എ കോഴിക്കോട്, ബി മലപ്പുറം, സി എറണാകുളം, ഡി വയനാട്. ഉത്തരം ഡി വയനാട്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? എ നെയ്യാർ, ബി കരമനയാർ, സി പെരിയാർ, ഡി ചാലിയാർ. ഉത്തരം എ നെയ്യാർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരം ഏറിയ പർവ്വതനിര ഏത്? എ ഹിമാചൽ, ബി ഹിമാദ്രി, സി സിവാലിക്, ഡി ട്രാൻസ് ഹിമാലയൻ. ഉത്തരം ബി ഹിമാദ്രി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? എ കാവേരി, ബി കൃഷ്ണ, സി നർമ്മദ, ഡി താപ്തി. ഉത്തരം എ കാവേരി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? എ മണിപ്പൂർ, ബി പഞ്ചാബ്, സി ആസാം, ഡി ഒറീസ. ഉത്തരം സി ആസാം. കേരളത്തിലെ നിത്യഹരിതവനങ്ങൾ ആയ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? എ കോഴിക്കോട്, ബി പാലക്കാട്, സി ഇടുക്കി, ഡി വയനാട്. ഉത്തരം എ വയനാട്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? എ കെ എം പണിക്കർ, ബി കെ എൻ പണിക്കർ, സി സി വി രാമൻപിള്ള, ഡി അപ്പൻ തമ്പുരാൻ. ഉത്തരം കെ എം പണിക്കർ. 2024 ജി ഉച്ചകോടി വേദി എവിടെയായിരുന്നു? എ ബ്രസീൽ, ബി ഖത്തർ, സി ഇന്ത്യ, ഡി യൂറോപ്പ്. ഉത്തരം എ ബ്രസീൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി പശ്ചിമ ബംഗാൾ, സി മഹാരാഷ്ട്ര, ഡി ഉത്തർപ്രദേശ്. ഉത്തരം ബി പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? എ പാലക്കാട്, ബി ആലപ്പുഴ, സി ഇടുക്കി, ഡി തിരുവനന്തപുരം. ഉത്തരം സി ഇടുക്കി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? എ SBI, ബി ഫെഡറൽ ബാങ്ക്, സി യൂണിയൻ ബാങ്ക്, ഡി റിസർവ് ബാങ്ക്.
ഉത്തരം ഡി. റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? എ. 2005, ബി. 2006, സി. 2008, ഡി. 2003. ഉത്തരം എ. 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? എ. വൈ ചന്ദ്രചൂഡ്, ബി. രംഗനാഥ് മിശ്ര, സി. കെ. ബാലകൃഷ്ണൻ, ഡി. ജെ. വർമ്മ. ഉത്തരം ബി. രംഗനാഥ് മിശ്ര. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? എ. അനുച്ഛേദം 24, ബി. അനുച്ഛേദം 21, സി. അനുച്ഛേദം 16, ഡി. അനുച്ഛേദം 23. ഉത്തരം എ. അനുച്ഛേദം 24. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? എ. നാനാ സാഹിബ്, ബി. ബഹദൂർ ഷാ രണ്ടാമൻ, സി. ഔറംഗസേബ്, ഡി. റാണി ലക്ഷ്മിബായി. ഉത്തരം ബി. ബഹദൂർ ഷാ രണ്ടാമൻ. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എ. ദാദാഭായ് നവറോജി, ബി. രമേശ് ചന്ദ്ര ദത്ത്, സി. ഗോപാലകൃഷ്ണ ഗോഖലെ, സി. മഹാത്മാഗാന്ധി. ഉത്തരം എ. ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? എ. ജവഹർലാൽ നെഹ്റു, ബി. ആർ. അംബേദ്കർ, സി. രാജേന്ദ്ര പ്രസാദ്, ഡി. സച്ചിദാനന്ദ സിൻഹ. ഉത്തരം എ. ജവഹർലാൽ നെഹ്റു.